everyone, welcome to Catalyst Education. അപ്പോൾ മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ടോപ്പിക്? നേച്ചർ ഓഫ് മാനേജ്മെന്റ്. നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് അല്ലെ, നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. പ്രീവിയസ്ലി എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ള രീതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവാം. സോ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ നമുക്ക് മാനേജ്മെന്റിനെ 3 രീതിയിൽ പഠിക്കാനുണ്ട്. അതാണ് എന്തൊക്കെ? മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. സോ നമ്മൾ എന്തിനായിരിക്കും മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ നമ്മൾ സയൻസ് ആണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും, പ്രൊഫഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബേസിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലെ ഒരു ടാബുലാർ ഫോമിൽ എന്ത് ചെയ്ത് നോക്കാം, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. മാനേജ്മെന്റിനെ നമ്മൾ ആർട്ട് എന്ന് പറയണമെങ്കിൽ ആർട്ടിന്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് മാനേജ്മെന്റിനും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കണം അല്ലെ. എന്നാൽ മാത്രമല്ലേ നമ്മൾ മാനേജ്മെന്റിനെ ആർട്ട് എന്നും കൂടി വിളിക്കുക. സോ ആർട്ടിന്റെ ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. എക്സിസ്റ്റൻസ് ഓഫ് എ തിയററ്റിക്കൽ നോളജ്. യെസ്, ആർട്ടിൽ എന്ത് വരുന്നുണ്ട്, ഒരു തിയററ്റിക്കൽ നോളജിന്റെ ഒരു എക്സിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഡ്രാമ സ്കൂളുകൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകൾ ആർട്ട് ഫോംസ് എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് ഫീച്ചർ അതാണ് നമ്മുടെ ആർട്ടിന്റെ. ആ സെയിം ഫീച്ചർ നമ്മൾ മാനേജ്മെന്റിനും ഉണ്ടോ എന്നുള്ളതൊന്നും ആലോചിക്കാം. മാനേജ്മെന്റിനും ഒരു തിയററ്റിക്കൽ നോളജിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ അല്ലെ. യെസ്, സോ ഈ ഒരു ഫീച്ചർ ആർട്ടിനുള്ളത് പോലെ മാനേജ്മെന്റിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് ഫീച്ചർ എന്താണ്? പേഴ്സണൽ ആപ്ലിക്കേഷൻ. പേഴ്സണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ആർട്ട് ഫോമും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. 2 ഡാൻസേഴ്സ് ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാണ്? അവിടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. അതുപോലെ ലൈക്ക് വൈസ് മാനേജ്മെന്റിലും എന്തുണ്ട്, ഒരു ഗിവൺ സിറ്റുവേഷനിൽ 2 മാനേജേഴ്സ് 2 രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി കാണിക്കുക, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എഫിഷ്യൻസി കാണിക്കുക. സോ 2 രീതിയിൽ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, പേഴ്സണൽ ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. സോ ആർട്ടിന്റെ ഈ ഒരു ഫീച്ചറും മാനേജ്മെന്റിനും കോമൺ ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഏതൊരു ആർട്ട് ഫോമും ഒരാൾ ആദ്യം തന്നെ എന്ത് ചെയ്യില്ല, വളരെ നല്ല രീതിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യില്ല. അയാൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും, പ്രാക്ടീസിലൂടെ ആയിരിക്കാം. അതുപോലെ തന്നെ അയാളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് അതിൽ വരുത്തുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആ ഒരു ഫീച്ചർ മാനേജ്മെന്റിനുണ്ടോ? ഉണ്ട് അല്ലെ. ഓരോ ആളുകളും എന്താണ്, പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാനേജേഴ്സ് ഇപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളെ പോലെ ആയിരിക്കുമോ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക? ഇല്ല. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രാക്ടീസ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ അയാൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ബെസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഓരോ കാര്യങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ആർട്ടിന്റെ ഈ ഒരു ഫീച്ചറും മാനേജ്മെന്റിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ 3 ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞുപോയി. എന്തൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് എ തിയററ്റിക്കൽ നോളജ്. യെസ്, അത് ആർട്ടിന്റെ ഫീച്ചറാണ്, അത് മാനേജ്മെന്റിനും കോമൺ ആയിട്ട് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പേഴ്സണൽ ആപ്ലിക്കേഷൻ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ട് ഫോം പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ മാനേജേഴ്സും ഓരോ രീതിയിലായിരിക്കും അവരവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ലാസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലെ. പ്രാക്ടീസിലൂടെ അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫീച്ചർ മാച്ച് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ മാനേജ്മെന്റിനെ എന്ത് എന്ന് വിളിക്കാം, ധൈര്യമായിട്ട് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയാവുന്നതാണ്. സോ ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. എന്താണ് മാനേജ്മെന്റ് ആസ് എ സയൻസ്? മാനേജ്മെന്റിനെ നമ്മൾ സംടൈംസ് സയൻസ് എന്ന് വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? സയൻസിന്റേതായിട്ടുള്ള ചില ഫീച്ചേഴ്സ് മാനേജ്മെന്റിനും കോമൺ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ഇനി സയൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉണ്ട് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിനും എന്തുണ്ട്, ആ ഒരു കാര്യം ഉണ്ട്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. സയൻസിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എങ്ങനെയായിരിക്കും ഡെവലപ്പായി വന്നിട്ടുണ്ടായിരിക്കുക? എക്സ്പെരിമെന്റേഷൻസിലൂടെയും, അതായത് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും അല്ലെ, എക്സ്പെരിമെന്റ്സിലൂടെയും ഒബ്സർവേഷൻസിലൂടെയും ആയിരിക്കും നമ്മുടെ സയൻസിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോം ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും. നമുക്ക് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ അത്തരത്തില് മാനേജ്മെന്റിനും ഒരുപാട് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും? എക്സ്പെരിമെന്റ്സിലൂടെയും ഒബ്സർവേഷൻസിലൂടെയും ഒക്കെയാണ്. സോ സയൻസിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് കോമൺ ആയിട്ട് മാനേജ്മെന്റിനും കാണാൻ സാധിക്കും.
ഇനി ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ വാലിഡിറ്റി. സയൻസിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് അല്ലെ. സയൻസ് ഇവിടെയും വേറെ എവിടെ പോയാലും സയൻസിന്റെ കാര്യങ്ങൾ ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് ഓൾസോ എ യൂണിവേഴ്സൽ ഫിനോമിനൻ. നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലെ മുന്നേ. യെസ്, മാനേജ്മെന്റും എന്താണ്, എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ സയൻസിന്റെ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ആർക്കും ഒരുപോലെ വരുന്നുണ്ട്, മാനേജ്മെന്റിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാം സയൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് മാനേജ്മെന്റിനും വരുന്നത് കൊണ്ട് തന്നെ മാനേജ്മെന്റിനെ സയൻസ് എന്ന് നമുക്ക് പറയാം. ബട്ട് മാനേജ്മെന്റ് എന്തല്ല, ഒരു എക്സാക്ട് സയൻസ് അല്ല. ഫിസിക്സ് പോലെ കെമിസ്ട്രി പോലെ ഒരു എക്സാക്ട് ആയിട്ടുള്ള സയൻസ് അല്ല മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് ഓൺലി ആൻ ഇൻഎക്സാക്ട് സയൻസ്. മാനേജ്മെന്റിനെ നമുക്ക് ഇൻഎക്സാക്ട് സയൻസ്, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. സാധാരണ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പോലെ സയൻസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ഇത്രയും ഫീച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ കൺക്ലൂഷനിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റിനെ നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? പ്രൊഫഷൻ ആണോ എന്ന് വിളിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പ്രൊഫഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. നമ്മൾ പറഞ്ഞതാണല്ലോ, നമ്മുടെ പ്രൊഫഷനുള്ള പോലെ തന്നെ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആർക്കും തന്നെ ഉണ്ട്, നമ്മുടെ മാനേജ്മെന്റിനും കോമൺ ആയിട്ടുണ്ട്. ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഒരു ലോയർ ആവണമെങ്കിലും എന്തുണ്ട്, അതുപോലെ മാനേജേഴ്സിനും ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. MBA പഠിക്കാറുണ്ട് അല്ലെ പലരും. യെസ്, അതുപോലെ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഫീച്ചർ ആണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാവർക്കും ഒരു പ്രൊഫഷനിലേക്ക് എൻട്രി ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ. ഒരു ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു എക്സാം, ഇപ്പൊ നീറ്റിന്റെ എക്സാം ഒക്കെ എഴുതി MBBS ഒക്കെ പാസ്സായി അങ്ങനെ ഒരു എക്സാമിലൂടെയോ മറ്റോ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അതിലേക്കുള്ള എൻട്രി. എന്ത് ചെയ്യണം? ഇപ്പൊ ഡോക്ടർ ആവണമെങ്കിൽ MBBS പാസ്സായിട്ടുണ്ടായിരിക്കണം. ലോയർ ആവണമെങ്കിൽ അവിടെ LLB പാസ്സായിട്ടുണ്ടായിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ CA പാസ്സായിട്ടുണ്ടായിരിക്കണം. സോ റെസ്ട്രിക്റ്റഡ് ആണ് എൻട്രി. എല്ലാവർക്കും പോകാൻ പറ്റില്ല. ഈ ഒരു എക്സാം പാസ്സായി വരുന്നവർക്കേ ആ ഒരു പ്രൊഫഷനിലേക്ക് എൻട്രി ഉള്ളൂ. നേരെ തിരിച്ച് നമ്മൾ മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണോ? എന്തെങ്കിലും ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു മാനേജറായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇവിടെ ഉണ്ടോ? ഇല്ല. സോ നമ്മുടെ പ്രൊഫഷന്റെ ഈ ഒരു ഫീച്ചർ ആർക്ക് മാച്ച് അല്ല? മാനേജ്മെന്റിന് മാച്ച് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ എൻട്രി റെസ്ട്രിക്ഷൻ ഒന്നും വരില്ല. ആർക്കെങ്കിലും മാനേജ്മെന്റിൽ പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ഫീച്ചർ എന്താണ് എന്നുള്ളത് നോക്കാം. അതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഏതൊരു പ്രൊഫഷനും പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ലോയർ ആവണമെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അത്തരത്തിലുള്ള പ്രൊഫഷണൽ അസോസിയേഷൻസിൽ അംഗമായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ് അല്ലെ. ഇപ്പോ MBBS ആണെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതുപോലെ നമ്മൾ മാനേജ്മെന്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിനും ഒരുപാട് പ്രൊഫഷണൽ അസോസിയേഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ മാനേജേഴ്സ് എല്ലാം അതിൽ അംഗങ്ങളായിരിക്കണം എന്നൊരു മാൻഡേറ്ററി ഇല്ല. അതിൽ അംഗങ്ങളാണെങ്കിൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു കാര്യം ഇവിടെ ഇല്ല. സോ ഈ ഒരു ഫീച്ചറും പ്രൊഫഷന്റെ ഈ ഒരു ഫീച്ചറും ആർക്ക് മാച്ച് ആയിട്ട് വരുന്നില്ല? മാനേജ്മെന്റിന് മാച്ച് ആയിട്ട് വരുന്നില്ല. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരിക്കും LLB ആയിട്ടുള്ള ആളുകൾക്ക്, ലോയേഴ്സിന് ആവശ്യമായിട്ടുള്ള എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അത്തരത്തിലൊരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് നമ്മുടെ മാനേജ്മെന്റിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലെ. സോ ഈ ഒരു ഫീച്ചർ മാനേജ്മെന്റിന് മാച്ച് ആണോ? അല്ല. ആൻഡ് ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് മോട്ടീവ്. ഏതൊരു പ്രൊഫഷന്റെയും മോട്ടീവായിട്ട് നമ്മൾ ഫസ്റ്റ് പറയുക എന്താണ്? സർവീസ് ആണ്. പക്ഷെ നമ്മൾ മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ സർവീസ് ആണോ മോട്ടീവ്? അല്ല, അവിടെ പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ് മോട്ടീവ്. സോ പ്രൊഫഷന്റെ ഈ ഒരു ഫീച്ചറും ആർക്ക് മാച്ച് ആയിട്ട് വരുന്നില്ല? നമ്മുടെ മാനേജ്മെന്റിന് മാച്ച് ആയിട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആകെ നമ്മുടെ പ്രൊഫഷന്റെ ഈ ഒരു ഫീച്ചർ മാത്രമേ മാനേജ്മെന്റിനും മാച്ച് ആയിട്ട് കോമൺ ആയിട്ട് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് നമ്മൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാലും അതൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ആണോ? അല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ എന്ത് ചെയ്തു? അനലൈസ് ചെയ്ത് നോക്കി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? താഴെ ഒന്ന് കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. മാനേജ്മെന്റ് ആർട്ടിന്റേതായ എല്ലാ ഫീച്ചേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സും കോമൺ ആയിട്ട് മാനേജ്മെന്റിന് മാച്ച് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് ഒരു ആർട്ട് ആണ് എന്നുള്ളത് ധൈര്യമായിട്ട് പറയാം.
ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് സയൻസിന്റേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു എക്സാക്ട് സയൻസ് ആണോ നമ്മുടെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പോലെ ഒരു എക്സാക്ട് സയൻസ് ആണ് മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഓൺലി എന്താണ് ഒരു ഇൻഎക്സാക്ട് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ബിഹേവിയറൽ സയൻസ് എന്ന് മാത്രമേ നമുക്ക് മാനേജ്മെന്റിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഡസ് നോട്ട് ഫുൾഫിൽ ഓൾ ദി റിക്വയർമെന്റ് ഓഫ് എ പ്രൊഫഷൻ. പ്രൊഫഷന്റേതായിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ഫീച്ചേഴ്സും ആര് ഫുൾഫിൽ ചെയ്യുന്നില്ല? മാനേജ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് cannot be considered as a full-fledged profession. അതിനെ ഒരു full-fledged profession എന്ന് നമുക്ക് ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം പ്രൊഫഷന്റെ ഒരുപാട് ഫീച്ചേഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു? ഇവിടെ പഠിച്ചു പോയി. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങളോട് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയാനുള്ള റീസൺ ആയിരിക്കും. അതും അല്ലെങ്കിൽ നിങ്ങളോട് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയാനുള്ള റീസൺ എന്തായിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ഒരു 2 മാർക്ക് അതുപോലെ തന്നെ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ടോപ്പിക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇത്തരത്തിലുള്ള വേറെ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ വീണ്ടും വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.